റിജിൽ മാക്കുറ്റി ഇന്നിപ്പോൾ ബോംബ് സ്ഫോടനം കണ്ണൂരിലൊരു വയോധികനാണ് കൊല്ലപ്പെട്ടത്. ആ വിഷയം ഇന്ന് സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം അതിനേക്കാൾ വലിയ ബോംബാണല്ലോ നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് പൊട്ടിച്ചത്. ഈ രൂപത്തിലാണോ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്? അതിൽ തുടങ്ങാം. സ്മൃതി, യഥാർത്ഥത്തിൽ ആ ഒരു സംഭവം പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും. ആരാണ് ബോംബ് ഉണ്ടാക്കുന്നതും ആരാണ് ബോംബ് നിർമ്മിക്കുന്നതും ബോംബ് നിർമ്മിച്ച ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതും അവർ ബോംബ് പൊട്ടി മരിച്ചാൽ അവരെ രക്തസാക്ഷികളാക്കുന്നതും അവർക്ക് സ്മാരകം പണിയുന്നതും ഒക്കെ ആരാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. സമീപകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അത് CPM-ന് അവകാശപ്പെട്ടതാണെന്ന് നമുക്കറിയാം. വളരെ കൃത്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരമൊരു ചോദ്യം ചോദിച്ചപ്പോൾ ശ്രീ കെ സുധാകരൻ, അദ്ദേഹം KPC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു വൃദ്ധനാണല്ലോ മരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികം നിരവധി ചെറുപ്പക്കാർ ഇവിടെ മരിക്കുന്നുണ്ട്. ആ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു പോയതാണ്. അത് വലിയ രൂപത്തിൽ ആഘോഷിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ആര് മരിച്ചാലും അത് ദുഃഖകരമാണ്. ചെറുപ്പക്കാരൻ മരിച്ചാലും അതിനുശേഷം എന്താ പറഞ്ഞത്? സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പറ്റി പറയുമ്പോൾ എന്താ പറഞ്ഞേ? രാഷ്ട്രീയ എതിരാളികളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നുണ്ടല്ലോ റിജിൽ മാക്കുറ്റി. അവൻ എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുന്ന എന്ത് ഭാഷയാണ്? തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, നല്ല ഭൂരിപക്ഷമുണ്ട്, ഇതൊക്കെ ശരി തന്നെ. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും നല്ല വോട്ട് നേടി, അതും ശരി തന്നെ. പക്ഷെ ഇതാണോ സമീപനം? അത് മുഖ്യമന്ത്രിയും പരനാറി എന്നൊക്കെയാണ് വിളിക്കുന്നൊരു മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത്. സ്വാഭാവികമായും കെ സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള രാഷ്ട്രീയമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയാണ് കെ സുധാകരനും പിണറായി വിജയനും എന്ന് അറിയാം. അതുകൊണ്ട് സ്വാഭാവികം അവർ തമ്മിലുള്ള മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റും. കാരണം എന്താ അറിയോ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി പ്രസംഗിച്ചതാണ്. ഇവൻ അടുത്ത സൂര്യോദയം കാണില്ല. ആര്? കെ സുധാകരൻ എതിരെ പിണറായി വിജയൻ പ്രസംഗിച്ചതാണ്. ആ പ്രസംഗത്തിന് ശേഷം കൊല്ലുവെന്ന് അങ്ങനെ പിണറായി വിജയൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ 3-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി ആൾ കൊല്ലപ്പെടും. അതിനുശേഷം നിരവധിയായ കൊലപാതകങ്ങൾ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ അത്തരം തന്നെ കൊല്ലാൻ വന്ന ഒരു കൊലയാളിയോട് ആ രൂപത്തിൽ മാത്രമേ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ആളെ കൊല്ലാൻ ബോംബെറിഞ്ഞ് കൊല്ലാനും അതോടൊപ്പം തന്നെ റെയിൽവേ ഗേറ്റ് തടഞ്ഞ് കാറ് കത്തിക്കാനൊക്കെ നേതൃത്വം കൊടുത്തൊരു പാർട്ടിയുടെ നേതാവ് കൊല്ലുമെന്ന് പരസ്യമായും ഭീഷണി മുഴക്കിയ ഒരാളോട് ശ്രീ കെ സുധാകരൻ അദ്ദേഹം വലിയ ഒരു വിശാല മനസ്കഥനോ അല്ലെങ്കിൽ അദ്ദേഹം ആ രൂപത്തിൽ പ്രതികരിച്ച മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. ഇവിടെ ബോംബ് ഇപ്പൊ അല്ല, പിണറായി വിജയനും കെ സുധാകരനും തമ്മിലുള്ള തർക്കങ്ങൾ, ആ തർക്കത്തിൻ്റെ അകത്ത് കെ സുധാകരൻ ഒരാളെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത ഒരു കൊലയാളിയോട് സ്വാഭാവികമായും കൊല്ലാൻ ആഹ്വാനം ചെയ്ത ഒരാളോട് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ മാത്രമേ അദ്ദേഹം പ്രതികരിക്കാറുള്ളൂ. അത് അദ്ദേഹത്തെ പ്രതികരണമായിട്ട് കണ്ടാൽ മതി. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ പ്രശ്നം ഈ സമീപകാലത്ത് കണ്ണൂരിൽ നിങ്ങൾ എടുത്ത് പരിശോധിക്കൂ, എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളാണല്ലോ. നമുക്ക് യഥാർത്ഥ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, ഈ തലശ്ശേരി എരഞ്ഞോളി എന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് പോലെ തന്നെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള, CPM-ന് സ്വാധീനമുള്ള മേഖലയാണ്. അതിൻ്റെ അതിർത്തി ഭാഗങ്ങളിലാണ് RSS-ന് സ്വാധീനം. ഇതൊക്കെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന രീതിയിലാണല്ലോ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായത് CPM-ന് നല്ല സ്വാധീനമുള്ള അല്ലെങ്കിൽ CPM മേഖല തന്നെ എന്ന് പറയാം. അവിടെ കോൺഗ്രസും CPM-ഉം ആണുള്ളത്. പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. പക്ഷേ കോൺഗ്രസും CPM-ഉം തമ്മിൽ മറ്റ് മേഖലകളുള്ളതുപോലെ എരഞ്ഞോളിയിൽ അങ്ങനെ ഒരു സംഘർഷം ഇല്ലതാനും. അപ്പോൾ ഈ ബോംബ് എന്തിന്, ആർക്ക് വേണ്ടി നിർമ്മിച്ചു? ആര് നിർമ്മിച്ചു? അതാണ് ശ്രീമതി സ്മൃതി, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എരഞ്ഞോളിയായിട്ട് ബന്ധമുള്ള ഒരാളെന്ന ആ സ്ഥലത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ. അവിടെ ഈ CPM-നകത്ത് ഇപ്പോൾ കുറച്ച് കാലമായി വലിയ രൂപത്തിൽ തർക്കങ്ങൾ ഇവിടെ ഈ ക്രിമിനലുകൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തി തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും കുത്തുകയും നടത്തുകയാണ്. ഇപ്പോൾ കുണ്ടുചിറ സഖാക്കളുണ്ട്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന കുടക്കളത്തെ സഖാക്കളുണ്ട്. ഈ കുണ്ടുചിറ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. CPM-ന്റെ ഒരു പാർട്ടി ഗ്രാമമാണ്. ഈ പറയുന്ന മലാൽ ഉൾപ്പെടെയുള്ള ഈ കുടക്കളം എന്ന് പറയുന്ന ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ആ ശക്തി കേന്ദ്രത്തിലേക്ക് ക്ഷേത്രോത്സവത്തിന് വന്ന ആളുകൾ തമ്മിൽ അവിടെ അടി നടന്നു, വെട്ട് നടന്നു, വലിയ രൂപത്തിൽ പ്രശ്നമുണ്ടായി. അതിനുശേഷം ആ തിരിച്ചടിക്കുന്നതിന് വേണ്ടി ഈ ബോംബ് പൊട്ടി എന്ന് പറയുന്ന ഈ സ്ഥലത്തിനടുത്തുള്ള CPM-ന്റെ കർഷക സംഘ ഓഫീസിനകത്ത് കുണ്ടുചിറയിലെ സഖാക്കളായ ഈ ആളുകൾ വന്ന് വെല്ലുവിളിച്ചു. അങ്ങനെ നിരവധി തവണ ആ പ്രശ്നങ്ങളുണ്ടായി. പാർട്ടി തലത്തിലൊന്നും ഒതുങ്ങുന്നില്ല.
അപ്പോൾ ഇവരെ നേരിടണമെങ്കിൽ, കാരണം ഇവർ തമ്മിലുള്ള ഈ അക്രമം കാണിക്കാൻ ഇവർ തമ്മിലുള്ള ഒരു പോരാട്ട വീര്യം ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് രണ്ടാൾക്കും ബോധമുണ്ട്. അതുകൊണ്ട് അവരെ എങ്ങനെ നേരിടണം, അതുകൊണ്ട് അവരെ ബോംബ് കൊണ്ട് തന്നെ ഉപയോഗിച്ച് നേരിടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെയുള്ള ഞങ്ങളുടെ പാർട്ടിക്കാരനോട് ഈ പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇനി അവരെ നമ്മൾ വിടൂല, ഒരുത്തനും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനൊക്കെ തന്നെ ജീവനോടെ തിരിച്ചു പോകില്ല എന്ന് സ്വന്തം പാർട്ടി സഹാക്കളോട് പറഞ്ഞ സ്ഥലമാണ് ഈ പ്രദേശം. അപ്പം അങ്ങനെ ഇവർ തമ്മിലൊരു കുടിപ്പക അവിടെയുണ്ട്. ആ കുടിപ്പകയുടെ ഭാഗമാണ് ഇവിടെ. മറ്റ് രാഷ്ട്രീയ സംഘർഷമില്ല, ഒരു പ്രശ്നവുമില്ല. അവിടെ കോൺഗ്രസിന്റെ ഒരു നേതാവായി മരണപ്പെട്ടു പോയ ശ്രീ മോഹൻദാസ്, അദ്ദേഹത്തിന്റെ വീട് ആളൊഴിഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെയൊക്കെയാണ് ഇപ്പോൾ ബോംബ് നിക്ഷേപിക്കുന്നത്. ഞങ്ങൾ രാഷ്ട്രീയ ആരോപണം പറയുന്നതല്ലോ, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഒരു സഹോദരി വന്നിട്ട് അവർ പറയല്ലേ, അവരുടെ ദയനീയത പറയല്ലേ, ഞങ്ങൾക്ക് ജീവിക്കണം ഇവിടെയൊക്കെ. മോഹൻദാസ് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരനാണല്ലോ അല്ലേ റിജിൽ? മോഹൻദാസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനാണല്ലോ. അദ്ദേഹത്തിന്റെ അടഞ്ഞു കിടക്കുന്ന വീട് എത്ര കാലമായി അടഞ്ഞു കിടക്കുന്ന വീടാണിത്? എത്രയോ വർഷങ്ങൾ അവിടെ താമസിക്കുന്നില്ല. അദ്ദേഹം മരണപ്പെട്ടിച്ചാൽ അവിടെ താമസമില്ല. അത് മോഹൻദാസിന്റെ വീട് മാത്രമല്ല, അവിടെ ആളൊഴിഞ്ഞ വീടുകളൊക്കെ തന്നെ ഇത്തരം പാർട്ടി ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രമാണ്. അവിടെ വൈകുന്നേരമായ ആളുകൾക്ക് നടക്കാൻ പറ്റില്ല, അവിടെ സ്വസ്ഥമായി കുട്ടികൾ കളിക്കാൻ പറ്റില്ല. എവിടെയാണ് ബോംബ്, എവിടെയാണ് പൊട്ടുക എന്നറിയില്ല. അങ്ങനെ പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള അഭ്യന്തരാവസ്ഥ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഇന്നൊരു സഹോദരി അവരെല്ലാം സഹിച്ചുകൊണ്ട് ാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതികരണത്തിനപ്പുറം ശക്തമായി നിൽക്കുന്നത്. ശരി, ഞാൻ വരാം. ശ്രീ എം ജയചന്ദ്രൻ, ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിനപ്പുറം, രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്തേക്ക് നിരപരാധികൾ പറയുന്ന കാര്യമാണ്. സാധാരണക്കാർ ഇരകളാകുന്നതും സാധാരണക്കാരാണ്. ഇന്നലെ മരിച്ച വയോധികനും ആ നിലയ്ക്ക് ഒരു സാധാരണക്കാരൻ. രാഷ്ട്രീയ നിലപാട് കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളിയായി നിൽക്കുന്നതല്ല. ഒരു ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.